പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വ്യാഴാഴ്ച വൈകുന്നേരമാണ്. ഇപ്പോൾ വ്യാഴാഴ്ച രാവിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പന്തലിടാനൊക്കെ ആൾക്കാർ വന്നിട്ട് പന്തലൊക്കെ ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പന്തലിൻ്റെ വർക്കുകൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വെള്ളിയാഴ്ച രാവിലെ എടുത്ത കാര്യവും കൂടെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതേ നയനയും നന്ദും ചേർത്തലയിൽ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നതൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് നിശ്ചയത്തിൻ്റെ അന്ന് ഇടാനായിട്ടുള്ള. കുഞ്ഞുട്ടി ഇവിടെ വാ. പന്തലിൻ്റെ ആ ബ്ലൂ കളർ കൊള്ളാം അല്ലേ? അത് വേണ്ടേ സാറേ? വേണം. പിന്നെ അതൊക്കെ ഇട്ടാലല്ലേ ഒരു ഷോ വരുള്ളൂ. വീടിന്റെ ബോർഡറൊക്കെ നോക്കും, അതനുസരിച്ചാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞു നീല ബോർഡർ ഉണ്ട്, ഭിത്തിയുടെ കളറും മഞ്ഞയാണ്, അതുകൊണ്ടാണ് മറ്റത് മഞ്ഞ കളർ എന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത്. ആഷ് കളറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ബോർഡിന്റെ ഒക്കെ ഇതാണ് അവർ ഇടുന്നത്. സാധനം അതനുസരിച്ച് മേടിച്ചു. കുഞ്ഞിന്റെ വീട്ടിൽ ആഷ് കളറൊക്കെയാണ് ഓടിന് കൊടുത്ത്. എന്റെ പൊന്നെ ഒന്നും പറയണ്ട, മര്യാദകളെ ഓടിന്റെ കളർ അടിക്കാൻ പറയുമ്പോ അല്ലേ കുഞ്ഞിന്റെ വീട് നോക്കിക്കേ. ഓരോരുത്തർക്കും പിള്ളേരുടെ കുഞ്ഞിന്റെ വീടിനല്ലേ അവിടെ ആഷ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം ഞാൻ പിന്നെ പോലീസിന്റെ വീട്ടിൽ എന്ത് കളറാണ് കുഞ്ഞു? ആ കളറിന് എന്ത് പേരാ പറയേണ്ടത് നമ്മള്? എന്നെ ചീത്ത പറഞ്ഞിട്ടിരിക്കും. പോലീസിന്റെ വീട്ടിൽ മെറൂണാ? മെറൂൺ, കോഫി ബ്രൗൺ. കുഞ്ഞിന്റെ വീട്ടിൽ ആഷ് കളർ. അപ്പോൾ നമ്മുടെ വീട് പെയിൻറ് ചെയ്തൊപ്പം അനിയന്മാരുടെ രണ്ടുപേരുടെയും വീടും പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓടിന് ഒരാളുടെ വീട്ടിൽ ഗ്രേ കളറും അടുത്തയാളുടെ വീട്ടിൽ കോഫി ബ്രൗണുമാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുഞ്ഞിനോട് പറയുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് എഴുന്നേറ്റ് വഴി തന്നെ ആദ്യമേ അരി അടുപ്പിട്ടു. അതിന് ശേഷമാണ് അടുക്കളയിലെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചു. ഇനിയിപ്പോൾ അരി കഴുകി അടുപ്പയിൽ ഇടാനായിട്ട് പോവുകയാണ്. അങ്ങനെ അരി ഇട്ടുകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അമ്മ ഒരു ബില്ല് അടിച്ചു തൂത്ത സമയത്ത് കിട്ടിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചതേ മനെ ഇത് എന്തിൻ്റെ ബില്ലാണെന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ബില്ലാണ് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കുവാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് വാങ്ങിച്ച ബില്ല് എന്തേ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോഴത്തേക്ക് ഞാൻ അന്നേരം കിടന്ന് തരങ്ങും വിലങ്ങും ഓടണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സാധനം ചേഞ്ച് ചെയ്ത് വാങ്ങിക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നെങ്കിലോ. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതേ പാത്രമൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കുവാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് കിടന്നത്. അപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഒന്നും അടുക്കിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എല്ലാം കിച്ചൺ ടോപ്പിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി ചിട്ടയോടെ വെച്ചിട്ട് അടുക്കള പാചകം തുടങ്ങാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ നമുക്ക് ഒരു സുഖം ഉണ്ടാകത്തില്ലല്ലോ, ഒരു അടുക്കും ചിട്ടയൊന്നും തോന്നത്തില്ല. പിന്നെ പാചകത്തിന് നിന്ന് കഴിഞ്ഞാൽ ഒരു സ്പീഡും കിട്ടത്തില്ല. അപ്പോൾ എല്ലാം ആദ്യം ഒന്ന് അടുക്കും ചിട്ടയോട് യഥാർത്ഥ സ്ഥാനത്തേക്കൊക്കെ ഒന്ന് വെക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ശനിയാഴ്ച ഇത് വീഡിയോക്ക് വോയിസ് കൊടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ, വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തതായിരുന്നു. കാരണം നേരം വെളുത്ത് ഓരോ ജോലിയും തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനൊന്നും സമയം കിട്ടത്തില്ല. അങ്ങനെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസും ഒക്കെ കൊടുത്തു വെച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരു 5:45 എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും കഴിഞ്ഞത്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടെ, എൻ്റെ കൈ എങ്ങനെയോ ടച്ച് ചെയ്ത് കൊടുത്ത വോയിസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ പിന്നെ അത് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമതിരുന്നിട്ടാണ് വീഡിയോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇത് പുട്ടാണ് ഇണക്കുന്നത്. പുട്ടിന് ചെറുപയർ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെറുപയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അത് ചട്ടിയിൽ വേവിക്കാമെന്ന് വിചാരിച്ച് ചട്ടിയിലേക്ക് എടുത്തു വെച്ചു. പിന്നെ തോന്നി കുക്കറിലാകുമ്പോൾ ഒരു വിസിലിട്ട് മതിയല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് കുക്കറിലേക്ക് അതൊന്ന് മാറ്റുവാണ്.
അങ്ങനെ അത് കുക്കറിലേക്ക് മാറ്റി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ പയറിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിലാണ് ഒഴിച്ചത്. കുതിർത്ത പയറാണല്ലോ. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുവാണ്. അപ്പോൾ കുതിർത്ത പയറിൽ ഉപ്പിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പയറിങ്ങനെ പൊലിമയോടെ ഇരിക്കും. അങ്ങനെ ആ പൊലിമ കണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അന്ന് ഞാൻ എടുത്ത് പറഞ്ഞത്. അങ്ങനെ ആ പയർ വേവിക്കാനായിട്ട് അടുപ്പയിലേക്ക് വെച്ചു. പിന്നെ അടുത്ത അടുപ്പയിലേക്ക് നമ്മുടെ പുട്ടിന് നനയ്ക്കാനുള്ള വെള്ളവും കൂടെ വെച്ചു. പുട്ടിനുള്ള പൊടി എപ്പോഴും ഞാൻ നനയ്ക്കുന്നത് തിളച്ച വെള്ളത്തിൽ നനയ്ക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ തിളച്ച വെള്ളത്തിൽ നനയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ചെയ്യുവാണ്. പിന്നെ നേരത്തെ വീഡിയോക്ക് വോയിസൊക്കെ കൊടുത്തത് കൊണ്ട് അതേ ഓർമ്മ വെച്ച് ഇപ്പോൾ ഇത്തിരി വോയിസ് കൊടുക്കാനൊരു എളുപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വോയിസ് കൊടുത്ത് അവസാനത് ഡിലീറ്റായി പോയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുമായിപ്പോയേ. പിന്നെ അതേ അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചൊന്ന് നനച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് അമ്മ കുളി കഴിഞ്ഞിട്ട് യോഗയൊക്കെ ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. എന്നിട്ടമ്മ അമ്മയുടെ തുണിയൊക്കെ കഴുകാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം അമ്മ വേഗം തന്നെ ചെയ്തിട്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുവാണേ. പൊടിയൊക്കെ അങ്ങനെ നല്ല സൂപ്പറായിട്ട് നനച്ച് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് ചോറ് നിലത്തത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ എടുത്ത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റാനും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം തേങ്ങ പൊതിക്കാനായിട്ട് പോയേ. അപ്പോൾ നമ്മുടെ തേങ്ങ പൊതിക്കാൻ ചെന്നിട്ട് തേങ്ങയും പാരയും ഞാനും കൂടെ നല്ലൊരു ഗുസ്തി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ പൊതിക്കണ പാരയുടെ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഒന്നിങ്ങനെ ചളിങ്ങിയിരിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ കുത്തിന് തേങ്ങ പൊതിച്ചെടുക്കാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അത് തന്നെയല്ല ഞാൻ ആ തേങ്ങ പൊതിക്കണ സ്ഥലം ഉണ്ടല്ലോ അത് പൂഴിയിട്ട് നികർത്തിയ സ്ഥലമാണ്. അപ്പോൾ അത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് പാര നല്ല ഫോഴ്സിൽ നമുക്കിങ്ങനെ ചവിട്ടി പിടിച്ച് ചെയ്യാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി റിസ്ക് പിടിച്ച് ഇത്തിരി കൂടുതൽ ഫോഴ്സൊക്കെ കൊടുത്തിട്ടാണ് തേങ്ങ പൊതിച്ചെടുത്തത്. തേങ്ങ പൊതിച്ചതും അതുപോലെ തേങ്ങ പൊട്ടിച്ചതും ഇത്തിരി സാഹസകരമായിട്ടായിരുന്നു.
പിന്നെ തേങ്ങയൊക്കെ പൊടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അത് ചിരവി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ രാവിലെയൊക്കെ എല്ലാ കാര്യത്തിനും ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കി നിന്നിട്ട് എല്ലാം ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് വലിയ ഒരു സഹായം തന്നെയാണ് ഈ സമയത്തൊക്കെ. അപ്പോൾ മുറ്റത്ത് ഒരുപാട് തിരക്കുള്ള സമയമാണല്ലോ. ഇപ്പോൾ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ എൻഗേജ്മെൻറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലും തിരക്കാണ്. അടുക്കളപ്പണിയാണേലും തുടച്ച് വൃത്തിയാക്കൽ, മുറ്റം റെഡിയാക്കൽ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ പോക്ക്, അങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ സമയത്ത് അമ്മയുടെ ഈ സഹായമൊക്കെ വളരെ ഒരു വലുത് തന്നെയാണ് കേട്ടോ. എന്നാലും നിങ്ങൾ കയറിയിരുന്നു. ഒരാമ്പിള്ളേർ അപ്പുറത്തെ ക്ലാസ്സിലാണ് ആയിരിക്കണ. അപ്പോൾ ഈ സമയത്ത് ട്യൂഷൻ്റെ ക്ലാസ് കഴിഞ്ഞ് പിള്ളേരെയൊക്കെ വിട്ട് അടുത്ത ക്ലാസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ ചായ വെച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായ അടുപ്പയിലേക്ക് വെച്ചിട്ട് അത് അമ്മയെ ഏർപ്പെടുത്തി. അതിന് ശേഷം പയർ വെന്തിരിക്കുമായിരുന്നു. അപ്പോൾ 2 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് കുറേശ്ശെ പച്ചത്തേങ്ങ ചൂടോടെ തന്നെ ഇട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു വയ്ക്കുവാണ്. അപ്പോൾ പയർ വേവിച്ചതിനകത്തേക്ക് പച്ചത്തേങ്ങ ചൂടോടുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. അങ്ങനെ അത് ചെയ്ത് വയ്ക്കുവാണ്. നമ്മളെന്നാ കറി വയ്ക്കുന്നു? മീനിനെല്ലാം മേടിക്കാം. അമ്മ ഇന്നലെ മീൻകാരൻ വന്നായിരുന്നു. ഞാനറിയാനിട്ടാ. അല്ല, ചിലപ്പോഴേ അയാൾ നിർബന്ധിക്കാതെ പോയതേ. മീൻ വല്ലതും ചെമ്മിനുണ്ടായിരുന്നു. ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അറിഞ്ഞില്ലെന്നാ. നേരെ ആക്കി വെച്ചിരിക്കുകയാണ് പൊടിയാ. നോക്കും. കുഴപ്പമില്ല, മതിയില്ല. കുറച്ചൊക്കെ ഉണ്ടാക്കാവുള്ളൂ. വെറുതെ ഉണ്ടാക്കി ദൂരെ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഇത്തിരി മിച്ചം നമ്മൾ ഇനി അതാണേലും അങ്ങനെ അതിനും വേണ്ട ഉണ്ടാക്കരുത് മോനെ. നാത്തക്കറി ഇപ്പം ആരും ഇങ്ങോട്ട് ഓടി വന്ന് ഇച്ചിരി കഴിയെന്ന് പറയാനായിട്ട് ആയിട്ടുള്ള ദിവസമല്ല. മതി, ഞാൻ കുറച്ചുകൂടി മതി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഗോതമ്പൊടി ഇണക്കല്ല. പിന്നെ ഇണക്കിയേക്കാം. അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് വാരി വെച്ചിട്ട് ഇനി ഒന്ന് കൂൺ ഷെഡിൽ പോകാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഷെഡിനകത്ത് നന്നായിട്ട് നനക്കുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കരുതി എന്തായാലും ചൂടൊക്കെ കുറഞ്ഞിട്ട് പുതിയതായിട്ട് ബെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും പഴയ ബെഡ് കിടക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ തിരക്ക് കാരണം എല്ലാ ദിവസവും കൃത്യമായിട്ട് നോക്കി കയറി നനയ്ക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നേ. അപ്പം അങ്ങനെ കൂൺ ഷെഡിൽ ചെന്നിട്ട് അതിനകത്തേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓസൊക്കെ ഒന്ന് കുത്തിയൊക്കെ ഇടാനായിട്ടൊക്കെ പോവാണ്.
അങ്ങനെ പിന്നെ നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പോന്നപ്പോഴത്തേക്ക് കുറച്ച് കൂണ് പറിച്ചിട്ട് പോന്നേ. ഇപ്പോൾ ചൂടായതുകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് നിറത്തിനൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ അത് വറുത്തരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന് പിന്നെ വേഗം അത് അരിഞ്ഞെടുത്ത് വറുത്തരച്ച് കറിയാക്കുകയും കൂടെ ചെയ്തു. പിന്നെ കുറച്ച് അച്ചിങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ അരിഞ്ഞെടുത്തു. പിന്നെ അമ്മയെ കൊണ്ട് കുറച്ച് ചീര നിന്നത് പറിപ്പിച്ചിട്ട് അത് അരിഞ്ഞമ്മ വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ അങ്ങോട്ട് വേഗം വേഗം ചെയ്യുവാണ്. അപ്പോൾ വറുത്തരച്ചിട്ടുള്ള കൂൺ കറി മാറ്റി വെച്ചു. അതിന് ശേഷം അച്ചിങ്ങ മെഴുക്ക് പുരട്ടാനായിട്ട് ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് ഇത്തിരി തേങ്ങക്കൊത്തും കൂടെ ചേർത്ത് എണ്ണയിൽ വഴറ്റി ഇത്തിരി ഉപ്പും കൂടെ ഇട്ടൊന്ന് അടച്ച് വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തേയും കഴുകും പറമ്പൊരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 12:30 കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ പാചകത്തിന് കയറിയത്. അതുകൊണ്ട് തിരക്ക് പിടിച്ചിട്ടുള്ള പാചകമാണ്. അപ്പോൾ അങ്ങനെ അച്ചിങ്ങ വേവാനായിട്ടൊന്ന് അടച്ചു വെച്ചു. അതിന് ശേഷം അടുത്ത പാത്രത്തിലേക്ക് ചീര ഒന്ന് തോരനാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീര ഉണ്ടല്ലോ, ഇലയും തണ്ടൊന്നും വേർപെടുത്തിയില്ല കേട്ടോ, എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് മുറത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഇല ഇങ്ങനെ കുടഞ്ഞ് മാറ്റി വെച്ചു, തണ്ട് വേറെയാക്കി എടുത്തു. അങ്ങനെയാണ് ചെയ്തത്. 12:30 കഴിഞ്ഞല്ലോ, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് ആണ് തോരനാക്കാനായിട്ട് പോകുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കടുകും ഇട്ടൊന്ന് പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. തിരക്ക് കാരണം പാനൊന്നിങ്ങനെ തെന്നി കേട്ടോ, തെന്നി ശരിക്കും എണ്ണ മേത്ത് വീഴേണ്ടതായിരുന്നു, അതേപോലെയായി. പിന്നെ ഭാഗ്യം എന്തോ കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെ അത് നേരെ ഒന്ന് പിടിച്ച് വെച്ചു. അതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ തിരക്ക് പിടിച്ച് പൊളിച്ചൊക്കെ എടുക്കുവാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അരിഞ്ഞങ്ങനെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ തിരക്കോ പിടിച്ചിട്ട് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുറത്ത് പന്തലിങ്ങനെ സ്റ്റേജൊക്കെ കെട്ടാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാവരും ഒക്കെ ഉണ്ട്, ഗസ്റ്റൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ അവർക്കിട്ടൊക്കെ ഫുഡൊക്കെ ഇണക്കി കൊടുത്തു. ഇടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇച്ചിരി നേരം വർത്തമാനം പറഞ്ഞ് നിൽക്കുക. എന്നുവെച്ചും പിന്നെ അടുക്കളയിൽ വന്ന് നിന്നിട്ട് വർക്ക് ഏരിയ വന്ന് നിന്നിട്ടാണ് ഞാൻ വോയിസ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണത്. രാവിലെ കൊടുത്ത വോയിസ് അങ്ങോട്ട് ഡിലീറ്റ് ആയിപ്പോയല്ലോ, എന്താ സംഭവിക്കാൻ, എന്ത് ചെയ്യാനാ. അങ്ങനെ എന്തൊക്കെ ചേർക്കണം, ഉള്ളി ചേർത്തു, കറിവേപ്പില ചേർത്തു. പിന്നെ ഇതാ മുറത്തിനകത്ത് ഒരു വശത്തേക്ക് കുടഞ്ഞ് മാറ്റി വെച്ചിരിക്കണം ചീരയുടെ തണ്ട് ചേർത്തിട്ടൊന്ന് വഴറ്റാൻ പോവുകയാണ്. അപ്പോൾ തണ്ടൊന്ന് വഴറ്റി ഇച്ചിരി ഉപ്പൊന്ന് ചേർത്തൊന്ന് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അമ്മ ചീരയ്ക്ക് ഉള്ള തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ അപ്പുറത്ത് ചിരണ്ടി തരുന്നുണ്ട്. ഈ ചീരയൊക്കെ അരിഞ്ഞ് തന്ന അമ്മ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചീര നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ച് വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ കൃത്യമായിട്ട് നോക്കിയൊക്കെ വോയിസ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിനി മ്യൂസിക് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉപ്പിട്ട് വഴറ്റി അടച്ച് വയ്ക്കും. പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ചീരയില കൂടെ ഇട്ട് വഴറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ തേങ്ങയിൽ ഇത്തിരി ജീരകവും മഞ്ഞൾപ്പൊടിയും 2 കഷ്ണം ഉള്ളിയും ഇത്തിരി കറിവേപ്പിലയും കൂടെ ഒതുക്കിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പും തയ്യാറാക്കി ഇരിക്കുന്നത്.
15 മിനിറ്റ് കൊണ്ട് തന്നെ ചീരത്തോരനും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കി. പിന്നെ അതിന് മുമ്പായിട്ടൊരു 10-20 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ കൂണ് കറി വെച്ചിട്ടുള്ളത്. കൂണ് കറി വളരെ വേഗം വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ അമ്മമാർ രണ്ടുപേരും കൂടെ, അപ്പോൾ ഇവിടുത്തെ അമ്മയും അതുപോലെ 2 അമ്മമാരും കൂടെ ഒരു 5-6 മാങ്ങ നല്ല കുനുകുനാന്നരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി അച്ചാറാക്കിയും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് മൂത്തത് മതി ഇല്ലേ മേ? ആയിട്ടുണ്ടമ്മേ, അത് മതി. ഇങ്ങനെ ഓഫ് ചെയ്യുന്നു. നമുക്ക് ഈ ഉലുവ എടുത്ത് ഈ മാങ്ങ അരിഞ്ഞതിൻ്റെ നടുക്കോട്ടെ ഉലുവയും കടുകും കൂടെ പൊട്ടിച്ച് നടുക്കോട്ട് ഇട്ടിട്ട് ആ വറയതിൻ്റെ പുറത്തോട്ട് ഒഴിക്കാം. ചാറിൻ്റെ അടപ്പയിലൊക്കെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് ചേർന്ന് ഉലുവയും കടുകും ഒഴിക്കണം കേട്ടോ. ഈ വിനാഗിരി ഒഴിക്കണം ഇല്ലേ? ഇളക്കണ സംഭവം വിനാഗിരി ഒഴിക്കണ്ട. വിനാഗിരി കൂടെ നടുക്കോട്ട് ഒഴിക്കാനല്ല വേണ്ടത്, ഇളക്കിയിട്ട് ഒഴിക്കാം. ഒഴിക്കട്ടെ വിനാഗിരി. അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചാൽ മതിയാവേ. 3/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. മതി മതി. ഇതങ്ങനെ സ്ട്രോങ് വിനാഗിരി അല്ല, കാരണം അത്രയും ഒഴിച്ചാൽ മതി. മതി മതിയല്ലേ? ഒന്ന് ഇളക്കിക്കാമേ. വിനാഗിരി വേണം. അമ്മക്ക് കായപ്പൊടി ഇട്ടില്ല. കായപ്പൊടിയല്ലേ? കായപ്പൊടി അച്ചാറുകാരാണല്ലേ? കായപ്പൊടി ഇടാൻ മറന്നുപോയി. ഇളക്കിക്കോ. എന്നാ അമ്മ എന്നാ പറഞ്ഞത്? ഇനിയ പാത്രത്തിൽ ആക്കി വെക്കണം ഇല്ലേ? ആ എണ്ണയുടെ ചൂടും ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ആക്കി വെക്കാം. എന്തായാലും അമ്മമാർ രണ്ടുപേരും കൂടെ നല്ല കുനുകുനാന്നരിഞ്ഞ് തന്നിട്ടുണ്ടാണ്. തണുക്കുമ്പോൾ പാത്രത്തിലേക്ക് ആക്കാം. അത് നാളെ വിളമ്പാനായിട്ടുള്ള അച്ചാറാണ് തയ്യാറാക്കി വെച്ചത് കേട്ടോ. അതായത് നമുക്ക് ശനിയാഴ്ച എല്ലാവർക്കും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ്. ഇപ്പോൾ ചെറുതായിട്ട് മാങ്ങ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉപ്പും മുളകും കൂടെ തിരുമ്മി കുറച്ച് സമയം വെച്ചു. പിന്നെ ഇത്തിരി ഉലുവ മൂപ്പിച്ചെടുത്തു, പച്ചക്കടുകും കൂടെ ചേർത്ത് പൊടിച്ച് അതും കൂടെ ചേർത്ത് പിന്നെ വെളുത്തുള്ളിയൊക്കെ കൂടെ വറയി താളിച്ചിട്ട് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ വേഗം തന്നെ 2 കഷ്ണം മീൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ മുളകും ഉപ്പും കൂടെ പുരട്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ മീനും കൂടെ വറുത്തെടുത്തു. ഉച്ചയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. പിന്നെ പിള്ളേർ ചേർത്തലയ്ക്ക് പോയപ്പോഴത്തേക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പോൾ അത് വൈകുന്നേരം അമ്പലത്തിൽ പോകാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചില്ല. ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു പ്ലേറ്റ് വെച്ച് ഒരു വാഴയിലയും കൂടെ മുറിച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ട് പൂവിരുന്നോളൂ. അപ്പോൾ സന്ധ്യയ്ക്ക് ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ പൂ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരുന്നോളൂ. പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പോകാനായിട്ട് ഒന്ന് സെറ്റ് സാരിയൊക്കെ തേച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ട് സെറ്റ് രാവിലെ തന്നെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സെറ്റിൻ്റെ കസവ് നന്നായിട്ട് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ നന്നായിട്ടെന്ന് വെച്ചെന്നാൽ അത്ര ഫ്രഷായിട്ടൊന്നും അല്ല കേട്ടോ തേച്ചത്, തിരക്ക് പിടിച്ചുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ കശവിലുണ്ടല്ലോ ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് തേക്കുവാണെന്നുണ്ടെങ്കിൽ സെറ്റിൻ്റെ കസവൊക്കെ നന്നായിട്ട് വിടർത്തി കിട്ടുവേ.
അപ്പോൾ അതേപോലെയാണ് ഞാൻ തേച്ചെടുക്കുവാണ്. അങ്ങനെ സെറ്റൊക്കെ തേച്ചൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു. അതിന് ശേഷം വൈകുന്നേരം വേവിക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇടാനായിട്ട് പോവുകയാണേ. വീഡിയോ ഭ്രമം കയറി നടപ്പ്. ഈ വീഡിയോ ഭ്രമാണ്. അപ്പൊ ഞങ്ങളൊരു ചക്ക ഇടാൻ പോവാണേ. നമ്മുടെ താഴെയാ ചക്കയൊക്കെ കിടക്കുന്നത്. ഇതേ നോക്കിക്കേ, ഇത് കണ്ട, കാണാൻ പറ്റുന്നുണ്ടാ? നിക്ക് സാറേ, ഞാനൊന്ന് നിക്ക്. അത് ചെറിയൊരു, അതെന്താ സാറേ കേടുണ്ടോ അതിന്മേല്? അതുമേലെ 2 ചക്കയും കൂടെ, ചക്കയുള്ള ഒരു ഞെട്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ചക്ക കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ഒരെണ്ണമാണ് ഇടാൻ പോകുന്നത്. ആ, വെട്ടിക്കോ. ഓക്കെ, കണ്ട വിളഞ്ഞൊക്കെയാണ്. ആ ചക്ക നമുക്ക് പഴുപ്പിക്കാനേ പറ്റുള്ളൂ, വേവിക്കാൻ പറ്റത്തില്ല. അതേ മേളിൽ ഇല്ല, അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ വിളഞ്ഞു കഴിഞ്ഞാൽ എന്തോ വാട്ടം പോലെയൊക്കെ ഉണ്ട്. ചൂടിൻ്റെ ആയിരിക്കും. നാളെ എങ്ങനെ ഒരെണ്ണം ഇട്ട് വേവിക്കാം കേട്ടോ. എൻ്റെ കത്തിയാ തന്നേരെ. പീച്ചിങ്ങ വിളഞ്ഞതുണ്ടാന്ന് നോക്കട്ടെ. നമ്മുടെ പീച്ചിങ്ങ അതേ പ്ലാവയിലേക്ക് കയറിയേക്കുന്നു. കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ഒരു പീച്ചിങ്ങ വിത്തിനിട്ടിട്ടുണ്ടേ, അത് കാണിച്ചു തരാം. ഈ പീച്ചിങ്ങ നമ്മളിങ്ങനെ വിളഞ്ഞപ്പോൾ അറിഞ്ഞില്ല. അപ്പം അങ്ങനെ കടന്നു വന്നപ്പോഴത്തേക്ക് അത് മൂത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇനി അത് ഇതാണ് ഉണ്ടാതെ. ഇനി അത് വിത്താക്കി എടുക്കാമെന്ന് വെച്ചു. വിത്തിനാക്കി എടുക്കാം. കഴിഞ്ഞ ദിവസം 2-3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. പിച്ചിലിൻ്റെ പൂ, പിച്ചിലിൻ്റെയും പാവലിൻ്റെയൊക്കെ പൂക്കൾ വൈകുന്നേരമാണ് വിരിയുന്നത്. മഞ്ഞപ്പൂവിനൊരു വെള്ള ഷെയ്ഡോട് കൂടെ ഇട്ടോ കാണുന്നത്. എന്താ
രണ്ടാമത് ഇത്രയും താഴത്ത് മതിയായത് പന്തലൊക്കെ ഇടുമ്പോ അത് വിഷയായിട്ട് വരുവാ. കല്യാണത്തിന്റെ പന്തലൊക്കെ ഇടുമ്പോ ഇങ്ങോട്ടൊന്നും വരത്തില്ലേ പന്തല്? ഇവിടെയാണെ കുഴപ്പമില്ല ഇല്ലേ സാറേ? മിണ്ടാതാ എടാ സാറേ, ഇത് ഈ താഴത്തെ കമ്പയിലേക്ക് കിട്ടിയാൽ മതിയാ. ചിലപ്പോഴേ ഇവിടെ വാഷിങ്ങിനുള്ള ഏരിയയൊക്കെ വരുമ്പോഴേ ഈ താഴത്തേക്കുള്ള കമ്പ് വെട്ടിയാണെങ്കിലാ കിട്ടാ. എനിക്ക് തോന്നുന്നത് വലിയ പൊക്കത്തിലെ കമ്പയിലേക്ക് എറിഞ്ഞ് പിടിപ്പിച്ചാൽ മതിയായിരുന്നു. അതേ അതുമേലേക്ക് 12 കഴിഞ്ഞ്. പക്ഷെ ഇത്രയും താഴത്തായത് കൊണ്ടൊരു വിഷമം. നീ അതൊന്നും അറിയില്ല, നിനക്ക് കാച്ചിൽ നേരത്ത് കാച്ചിൽ കിട്ടിയാൽ അങ്ങനെ ചക്കയിടിലൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാരായണിയും വായിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദശകങ്ങളിങ്ങനെ വായിച്ചു കൊടുക്കും. അതനുസരിച്ചിട്ട് അമ്മ വേഗം വേഗം വായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നേക്കാൾ സ്പീഡിൽ നന്നായിട്ട് വായിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയായിട്ട് നാരായണിയും വായിക്കാനായിട്ടിരിക്കുവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.